തുടർച്ചയായ വിവാദ പ്രസ്താവനകളിൽ CPIM നിലപാട് കടുപ്പിച്ചതോടെ പ്രതിഷേധം ഭയന്ന ജി സുധാകരൻ 2 ദിവസത്തിനിടെ 3 പരിപാടികളാണ് ഒഴിവാക്കിയത്. ഇന്നലെ പാലിയേറ്റീവ് സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കി. പൊതുവേദിയിൽ CPIM പ്രതിഷേധമുണ്ടാകുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിട്ടുനിന്നതെന്നാണ് സൂചന. അതേസമയം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി കോൺഗ്രസും CPIMും തമ്മിൽ കൂട്ടുകച്ചവടമുണ്ടെന്ന് ജി സുധാകരൻ ആരോപിച്ചിരുന്നു. SS ശരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ശരൺ. ഇനിയും ഇത്തരത്തിലുള്ള വിമർശനം തുടർന്ന പൊതുവേദിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ പ്രതിഷേധിക്കുമെന്ന തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് CPIM. അപ്പോൾ അതിൽ ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണോ ഈ പരിപാടികളൊക്കെ ഒഴിവാക്കിയതെന്ന് മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രുതി, കീർത്തന. എന്തായാലും ജി സുധാകരൻ MLAയും CPIMും തമ്മിലുള്ള തുറന്ന പോര് അത് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കാണുകയാണ്. അതൊന്നുകൂടി മൂർച്ഛിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. CPIM നിലപാട് കടുപ്പിച്ചതോടുകൂടി അദ്ദേഹത്തിന് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 3 പരിപാടിയാണ് അദ്ദേഹത്തിന് ഒഴിവാക്കേണ്ടി വന്നത്. ഇന്നലെ ആലപ്പുഴ നഗരസഭാ അധ്യക്ഷയും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ളത് ജി സുധാകരൻ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുക, അതായത് അതിൽ നിന്ന് ഒഴിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും CPIM അവരുടെ നിലപാട് കടുപ്പിക്കുകയാണ്. തുടർച്ചയായി തങ്ങളുടെ നേതാക്കൾക്കെതിരെ തുടർച്ചയായിട്ട് ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ ജി സുധാകരനെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ തടയുമെന്നുള്ള നിലപാട് കൂടിയാണ് അവർ സ്വീകരിക്കുന്നത്. ഈ ഒരു നിലപാട് അതായത് CPIM അത്തരത്തിൽ തടയാൻ സാധ്യതയുണ്ട്, വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജി സുധാകരൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജി സുധാകരന്റെ നിലപാട് CPIMന് മാത്രമല്ല കോൺഗ്രസിന് കൂടി തലവേദനയായി മാറുന്നതും ഇന്നലെ നമ്മൾ കണ്ടിരുന്നതാണ്. അതായത് ഇന്നലെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല പങ്കെടുത്ത പരിപാടി അദ്ദേഹത്തെ വേദിയിലിരുത്തി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ജി സുധാകരൻ മറ്റൊരു വിമർശനം കൂടി ഉന്നയിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ കോൺഗ്രസ് CPIM അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്നുള്ള ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. അതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണവും നമ്മൾ കേട്ടിരുന്നതാണ്. അതായത് വളരെ ജാഗ്രതയോട് കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ജി സുധാകരൻ നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നതെന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കൂടുതൽ പ്രതിഷേധം, ഒരുപക്ഷെ ജി സുധാകരൻ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുകയാണെന്നുണ്ടെങ്കിൽ CPIMന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ടാണ് 3 പരിപാടികളാണ് ഒഴിവാക്കിയിരിക്കുന്നത് ജി സുധാകരൻ. SS ശരനാണ് വിശദാംശങ്ങൾ നൽകിയത്.